കയ്യടിയോടുകൂടി വലിയ ആരവത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയങ്കരിയായ, പറയാതിരിക്കാൻ വയ്യ, ഒരുപാട് കേട്ടെങ്കിലും കേരളത്തിന്റെ വാനമ്പാടി ചിത്രമ്മ. ഇനി ഞാൻ ഒരു വാക്ക് പോലും പറഞ്ഞാൽ ഇവരെന്നെ ഓടിക്കും. ചിത്ര ചേച്ചിയുടെ വാക്കുകൾക്കായി എല്ലാവരും കാത്തിരിക്കുകയാണ്. ദി ഫ്ലോർ ഇസ് യോഴ്സ്. താങ്ക് യു ദീപ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരുപാട് സന്തോഷം എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ. പക്ഷേ ഈ പറഞ്ഞ മാതിരി ആരോഗ്യം അത്ര പോരാ. ഇന്ന് ചുമയും ചെറിയൊരു വീസിങ് പോലെയൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ പാട്ടുകളെല്ലാം, നിങ്ങൾ ആവശ്യപ്പെടുന്ന പാട്ടുകളും കൗമുദിയിൽ നിന്ന് ഞങ്ങൾക്ക് തന്നിട്ടുള്ള കുറച്ച് ലിസ്റ്റ് ഉണ്ട്, അതെല്ലാം പാടാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കും. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ എല്ലാവരും സദയം ക്ഷമിക്കണം. സംഗീത ജേണിയിൽ, അതായത് ഈ ഒരു യാത്രയിൽ 4 പതിറ്റാണ്ട്, ആദ്യ ദിവസം ചേച്ചിക്ക് ഓർമ്മയുണ്ടോ? ഓർക്കാറുണ്ടോ? ആദ്യമായിട്ടൊരു സ്റ്റുഡിയോയിൽ പാട്ട് പാടിയ ദിവസം ഇടയ്ക്കെങ്കിലുമൊക്കെ ഓർക്കാറുണ്ടോ? ഒരിക്കലും മറക്കാൻ പറ്റില്ല, ഓർക്കാറുണ്ട്. ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കോ അന്നത്തെ ആ ഒരു ഫീലിംഗ് എന്തായിരുന്നു ആദ്യമായിട്ട് പാടിയപ്പോൾ? ഞങ്ങൾ കേട്ടിട്ടുണ്ട് പല ഇൻ്റർവ്യൂവിലും, എങ്കിലും ലൈവായിട്ട് ചേച്ചിയിൽ നിന്നും കേട്ടില്ല. ഞാൻ ഇൻ്റർവ്യൂവിൽ പറയാത്തൊരു കാര്യമുണ്ട്. എന്നുവെച്ചാൽ ആദ്യത്തെ പാട്ട് പാടിയത് പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അധികം എങ്ങും പറഞ്ഞിട്ടില്ല. അല്ല, സിനിമയുടെ പേര് സിനിമയ്ക്കെന്ന് പറഞ്ഞിട്ട് എടുത്തതാണ്. OVR സാറിൻ്റെ സംഗീതത്തിൽ ആക്കുളത്തൊരു പുതിയ സ്റ്റുഡിയോ, അതിപ്പോൾ ഉണ്ടോയെന്ന് എൻ്റെ പേരൊന്നും എനിക്കന്ന് അറിയില്ല. അപ്പോൾ അവിടെ പോയിട്ട് ജ്യോതിസേ ദിവ്യ ജ്യോതിസേ എന്നൊരു പാട്ട് അന്ന് റെക്കോർഡ് ചെയ്യുന്നു വെച്ചാൽ രാവിലെ പോയി വൈകുന്നേരം വരെ എന്തൊക്കെയോ അന്ന് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, വോൾട്ടേജ് ഫ്ലക്ച്വേഷനൊക്കെ കാരണം അത് മുഴുമിപ്പിക്കാൻ പറ്റിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. റെക്കോർഡ് ചെയ്തു, പക്ഷേ പെർഫെക്റ്റ് ഒന്നും ആക്കിയിരുന്നില്ല അന്ന്. അങ്ങനെയാണ്, അതാണ് ആദ്യത്തെ റെക്കോർഡിങ്. പക്ഷേ അത് പുറത്ത് വന്നതായിട്ട് പിന്നെ എനിക്കറിയില്ല. അത് എവിടെ യൂട്യൂബിലൊക്കെ തപ്പിയാലും അതൊന്നും കിട്ടുന്നില്ല. ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്ത പാട്ട് താരുണ്യം എന്നാണ് അന്ന് ഫിലിമിൻ്റെ പേര് പറഞ്ഞത്, രാധാകൃഷ്ണൻ ചേട്ടൻ്റെ മ്യൂസിക്കിൽ. ചെല്ലം ചെല്ലം എന്ന് പറഞ്ഞിട്ടൊരു പാട്ടാണ്. ചേച്ചിക്ക് 12 വയസ്സായിരുന്നോ അന്ന്? 13 വയസ്സ്. ഓക്കെ. അപ്പോൾ ആ ജ്യോതിസേ, ആ പാട്ടിൻ്റെ ഒരു വരി പാടാൻ പറ്റുമോ? അത് പുറത്ത് വന്നില്ലല്ലോ. പുറത്ത് വന്നിട്ടില്ല. OVR സാർ ഇവിടെ ഇരിപ്പുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം സാർ. ഞങ്ങൾ ആ ഒരു പാട്ടൊന്ന് കേട്ടോട്ടെ. ജ്യോതിസേ ദിവ്യ ജ്യോതിസേ നിന്നെ പുണരുവാൻ കനിവോടെ നിൽക്കുന്നു ഞാൻ. വലിയൊരു കയ്യടി. ലോകം കേൾക്കാത്ത പാട്ടാണത്. ചിത്ര ചേച്ചി ആദ്യമായി റെക്കോർഡ് ചെയ്തു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പുറത്ത് വരാത്ത പാട്ട് ഇന്ന് കൗമുദിയുടെ ഈ വേദിയിൽ നമുക്ക് കേൾക്കാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം ചേച്ചി. അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. എല്ലാ പ്രോഗ്രാമും ഞാൻ തുടങ്ങുന്നത് മനസ്സുകൊണ്ട് എൻ്റെ അമ്മയുടെ സ്ഥാനവും എൻ്റെ മാനസിക ഗുരുവായിട്ട് ഞാൻ കരുതിയിട്ടുള്ള ജാനകി അമ്മ പാടി അനശ്വരമായ ഒരു പാട്ടാണ് കേശാദിപാദം തൊഴുന്നേൻ. അപ്പോൾ ഇന്നും നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെയും ഞാൻ അമ്മയെ പ്രണമിച്ചുകൊണ്ട് ആ പാട്ട് പാടിത്തരാം.